Stay tuned to Kids Corner and set free from all tensions and worries. അപ്പുക്കുട്ട, ഇന്ന് കുടുംബ പ്രാർത്ഥനയിൽ അപ്പച്ചൻ കുറെ മാറ്റം കൊണ്ടുവന്നു. അതെങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ അങ്ങനെ മാറ്റം വരുത്താൻ പറ്റും? ഇന്നലെ മുതൽ നന്മ മരമേ എന്ന പ്രാർത്ഥന എല്ലാവരും 2 പ്രാവശ്യം മാറി മാറി ചെല്ലാൻ തുടങ്ങി. അത് കൊള്ളാലോ. പ്രാർത്ഥനയ്ക്കിടെ ഉറങ്ങിയിരുന്ന ഞാനും ചേട്ടനും ഞങ്ങളുടെ ടേൺ വരാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അത് കൊള്ളാലോ. ഞാൻ ഈ രീതി വീട്ടിൽ തുടങ്ങാൻ പോവാം. ബൈബിള് ഇന്ന് ഞാൻ വായിച്ചാ നാളെ ചേച്ചി വായിക്കും, മറ്റന്നാൾ ചേട്ടനും. ഇങ്ങനെ മാറി മാറി ബൈബിൾ വായിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ഒരു പാട്ടും പാടാൻ തുടങ്ങി. ഞാൻ ആലോചിക്കായിരുന്നു, എന്തിനാ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനയിലാണ്? ഹലോ, ഞാൻ ഷാമിൽ. ഇന്നത്തെ ഈ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കുടുംബ പ്രാർത്ഥന. അപ്പുക്കുട്ടൻ വളരെ നല്ലൊരു സംശയമാണ് ചോദിച്ചത് അല്ലേ? നമുക്ക് എല്ലാവർക്കും മടിയുള്ളൊരു കാര്യം കൂടെയാണ്, മടിയില്ലേ? അപ്പോൾ ഇന്നത്തെ നമുക്ക് ഈ എപ്പിസോഡിലൂടെ ഈ മടിയും തീർക്കും, നമ്മൾ കുടുംബ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ അങ്കിള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇന്നത്തെ വചനവും സുഹൃത്ത് ജപവും പഠിച്ചിട്ട് നമുക്ക് വേഗം അങ്ങോട്ട് ഓടാം. ഇന്നത്തെ വചനം 2 സാമുവൽ 7-ാം അധ്യായം 29-ാം വാക്യം. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഇനി സുഹൃത്ത് ജപം. ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഓക്കെ. അങ്കിൾ, പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സുഖാണോ അങ്കിളിന്? സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്ക് കുടുംബ പ്രാർത്ഥനയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇവർ കുറച്ച് ഡൗട്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്യണേ. എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ. അങ്കിളെ, എന്തിനാണ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്നത്? ഇന്ന് കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. എന്താണ് പ്രാർത്ഥന? ദൈവത്തിലേക്ക് മനസ്സുയർത്തുന്നതാണ് പ്രാർത്ഥന. ദൈവവുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു, ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്ന ഇതാണ് പ്രാർത്ഥന. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അപ്പനും അമ്മയും മക്കളും കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തുതികളും ആരാധനയൊക്കെ അർപ്പിക്കുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥനയുടെ സമയം. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് കുടുംബങ്ങളേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. ഈ അടുത്ത നാളുകളിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, റോമിൽ വെച്ച് കുടുംബങ്ങളെക്കുറിച്ച് ഒരു സിനഡ് നടന്നത് നിങ്ങൾ വായിച്ചായിരുന്നോ? മാർപ്പാപ്പ ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞു. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുടുംബ പ്രാർത്ഥന. പണ്ടത്തേക്ക് നമ്മുടെ പൂർവികർ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കുമായിരുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടായിരുന്ന ആ സ്നേഹവും കൂട്ടായ്മയും ആ ഒന്നിപ്പൊക്കെ കുടുംബ പ്രാർത്ഥനയുടെ ഫലമായിട്ടുണ്ടായതായിട്ടാണ് പൂർവികർ നമ്മളോട് പറയുക. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം ഒരിക്കലും തകർന്നു പോകില്ലെന്നാണ് പറയുന്നത്. പ്രേയിങ് ടുഗദർ ആൻഡ് ഡൈനിങ് ടുഗദർ എന്നാണ് പറയുക. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള ഏറ്റവും നല്ല ഒരു പരിഹാരമാണ് കുടുംബ പ്രാർത്ഥന. അപ്പനും അമ്മയും ഒരുമിച്ച്, മക്കളും ഒരുമിച്ച് ദൈവത്തോട് കൂടെ ആയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം. നിങ്ങൾ ബൈബിളിലൊരു വചനം ശ്രദ്ധിച്ചിട്ടില്ലേ? എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും അല്ലേ ഈശോ പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് വരുമ്പോൾ അവിടെ ആര് സന്നിഹിതനാകും? ഈശോ സന്നിഹിതനാകും. നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോ കടന്നു വരുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥനയുടെ സമയം. ക്ലിയർ ആണല്ലോ? അതുകൊണ്ട് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന സമയമാണ് കുടുംബ പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇനി ആരാ അടുത്ത ചോദ്യം ചോദിക്കുന്നത്? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു നിശ്ചിത സമയമുണ്ടോ? തീർച്ചയായും കുടുംബ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ
വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങൾ പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതിനൊരു നിശ്ചിത സമയം തീരുമാനിക്കുന്നത് നല്ലതാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ഉള്ള സമയം നോക്കി, എന്നാൽ വളരെ വൈകാതെ. ചില വീടുകളിലൊക്കെ കുടുംബ പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിശാചിൻ്റെ ഒരു വലിയ തട്ടിപ്പാണ് ഉറക്കം. നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പിശാച് നമ്മളെ ഉറങ്ങാനായിട്ട് പ്രേരിപ്പിക്കും, പല വിചാരം ഉണ്ടാവും. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി നമുക്ക് പങ്കെടുക്കാനുള്ള ഒരു സമയം നമ്മൾ ക്രമീകരിക്കുന്നത് കണ്ടെത്തുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് വീട്ടിലെല്ലാവരും ഉള്ള ഒരു സമയം നോക്കി. വളരെ അപ്രതീക്ഷിതമായി ആർക്കെങ്കിലും വരാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഉള്ളപ്പോഴാണ് നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം കണ്ടെത്തേണ്ടത്. ആ ഒരു സമയം, അതിൻ്റെ ദൈർഘ്യം, എത്ര സമയം പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചാൽ അതെല്ലാവരും ഒരുമിച്ച് കൂട്ടായിരുന്ന് തീരുമാനിക്കണം. ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്ര സമയം കണ്ടെത്തണം എന്ന് എല്ലാവരും അപ്പച്ചനും അമ്മയും മക്കളും ഒരുമിച്ച് അപ്പച്ചനും അമ്മയും എടുക്കുന്ന തീരുമാനത്തോടൊപ്പം മക്കളും ചേർന്ന്, അങ്ങനെ എത്ര സമയം വേണമെന്നുള്ളത് എല്ലാവരും കൂട്ടായി ഒരുമിച്ച് ചേർന്ന് എടുക്കുന്ന തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ എത്ര സമയം പ്രാർത്ഥിക്കണമെന്നൊക്കെ ഓരോ കുടുംബത്തിൻ്റെയും സാഹചര്യം അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം ആരുടേതാ? അങ്കിളെ, കുടുംബ പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ എന്തിനാണ് ജപമാല ചൊല്ലുന്നത്? ജപമാല പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു സമ്പൂർണ്ണമായ പ്രാർത്ഥനയാണെന്നാണ് ജപമാല പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. അത് സുവിശേഷങ്ങളുടെ ഒരു സംഗ്രഹമായിട്ടാണ് നമ്മൾ ജപമാല പ്രാർത്ഥനയെ അറിയുന്നത്. 12-ാം നൂറ്റാണ്ടിൽ ഡൊമിനിക്കൻ സന്യാസികളുടെ ഇടയിലാണ് ഈ പ്രാർത്ഥനാ രീതി തുടങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത്. കൃഷിയിടങ്ങളിൽ അവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. 150 സങ്കീർത്തനങ്ങൾ അവർ കാണാതെ പറയുമായിരുന്നു. പക്ഷെ കൃഷിക്കാർക്ക് ഈ സങ്കീർത്തനങ്ങളൊന്നും കാണാതെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവരോട് ഈ ഡൊമിനിക്കൻ സന്യാസികൾ പറഞ്ഞു, രക്ഷാകര ചരിത്രത്തിലെ ഗബ്രിയേൽ മാലാഖ മാതാവിനോട് പറഞ്ഞ ആദ്യത്തെ വചനം എന്താണ് പറഞ്ഞത്? നന്മ നിറഞ്ഞവളെ സ്വസ്തി. ആ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃഷിക്കാരോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഓരോ തവണയും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓരോ കല്ല് മാറ്റി വയ്ക്കും. അങ്ങനെ 150 തവണ അവർ ഈ പ്രാർത്ഥന ഇങ്ങനെ എണ്ണി ചെല്ലുന്നൊരു പതിവുണ്ടായിരുന്നു. അതിൽ നിന്നാണ് പതുക്കെ ജപമാല പ്രാർത്ഥനയായിട്ട് പിന്നീടത് രൂപാന്തരപ്പെടുക. ജപമാല പ്രാർത്ഥന ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, മരിയ ഭക്തനായ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമുക്കറിയാലോ, കാനായിലെ കുടുംബത്തിൻ്റെ ആവശ്യം അറിഞ്ഞതാരാ? പരിശുദ്ധ അമ്മ. അതുപോലെ നമ്മുടെയും കുടുംബത്തിൻ്റെ അമ്മയാരാണ്? പരിശുദ്ധ മറിയമാണ്. അതുകൊണ്ട് ജപമാല പ്രാർത്ഥന നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ല ഒരു പ്രാർത്ഥന രീതിയാണ്. മിക്കവാറും എല്ലാ കുടുംബങ്ങളിലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് ഉണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ധ്യാനിക്കലാണ് ജപമാല ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിത്തരും. വിശുദ്ധ ജത്രൂർദിനോട് ഈശോ പറഞ്ഞെങ്ങനെയാണ്, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏറ്റവും നല്ല കുറുക്കുവഴിയാണ് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക എന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമാണ് ജപമാലയിലൂടെ നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന രീതിയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം മോളുടെ. പള്ളിയിൽ 7 മണിക്ക് മണിയടിക്കും, അത് കുടുംബ പ്രാർത്ഥന ചൊല്ലാനുള്ള ഓർമ്മപ്പെടുത്തലാണോ? ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. 7 മണിക്ക് കുരിശുമണി അടിക്കുക എന്നാണ് പണ്ടത്തെ ആളുകൾ പറയാറുള്ളത്. പണ്ടത്തെ കുടുംബങ്ങളിലൊക്കെ, പണ്ടത്തെ പൂർവികരുടെ ഇടയിലൊക്കെ 7 മണിക്ക് കുരിശുമണി അടിച്ചാൽ എല്ലാവരും കൂടെ തിരുഹൃദയത്തിന് മുൻപിൽ വന്ന് പ്രാർത്ഥിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ അത്തരം പതിവുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് നിർബന്ധമായിരുന്നു കുടുംബത്തിലെല്ലാവരും ഒരുമിച്ച് കുരിശുമണി അടിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടാകണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ത്രികാല ജപം? പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സന്ധ്യയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ത്രികാല ജപം. അതിൽ ഈ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സന്ധ്യാജപത്തിൻ്റെ സമയത്തെ ഓർമ്മിപ്പിക്കലാണ് ഈ കുരിശുമണി കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ കർത്താവിൻ്റെ മാലാഖ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാറില്ലേ? ഇതാണ് ഈ ത്രിസന്ധ്യാജപം എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇതും ഈ ത്രിസന്ധ്യാജപത്തോടൊപ്പം നമ്മൾ കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കണമെന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് പള്ളിയിൽ മണിയടിക്കുമ്പോൾ നമ്മുടെ വിശ്വാസികൾ
നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് വരാനായിട്ട് സഭ നമ്മളെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമേ ഓർമ്മിപ്പിക്കലാണെന്നുള്ള ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതുതന്നെയാണ്, ആ ഓർമ്മപ്പെടുത്തലായിട്ട് തന്നെയാണ് അങ്ങനെ പള്ളിയിൽ മണിയടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അങ്കിളെ, ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക രീതിയുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക രീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന രീതിയാണ് സാധാരണയായിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ജപമാല പ്രാർത്ഥന ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയായതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന ചൊല്ലുക എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലലാണ്. ഇനി ആ രീതി ജപമാല മാത്രമല്ല, ചില കുടുംബങ്ങളിൽ അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കും, ചിലർ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ അവരൊരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് പാട്ടുകൾ പാടും. അങ്ങളുടെ വീട്ടിൽ അങ്കിൾ ഓർക്കുന്നു, ഓരോരുത്തരും മാറി മാറി ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ ചൊല്ലും. അങ്കിൾ 4 മക്കളുണ്ട്. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും മൂത്തവർ 3 പേരും ഓരോ രഹസ്യങ്ങൾ ചൊല്ലും. പിന്നീട് അങ്കിൾ ചൊല്ലും, ആൻറ്റി ചൊല്ലും. അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിലാണ് കുടുംബ പ്രാർത്ഥന നമ്മൾ ക്രമീകരിക്കേണ്ടത്. എല്ലാവർക്കും ആർക്കും ബോറടിക്കാതെ വളരെ സജീവമായി നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം കടന്നു വരുന്ന സമയം, ദൈവത്തിന് നന്ദി പറയാൻ കിട്ടുന്ന സമയം. അതുകൊണ്ട് നമ്മൾ മാറി മാറി പ്രാർത്ഥനകൾ ചൊല്ലുന്ന രീതി നല്ലതാണ്. കുടുംബ പ്രാർത്ഥനയ്ക്കിടയിൽ നമുക്ക് പാട്ടുകൾ പാടാം, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടാം. കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വചനഭാഗം എടുത്ത് വായിക്കുന്നത് ഒരു നല്ല പതിവാണ്. ചില കുടുംബങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇതുപോലൊരു നിശ്ചിത ക്രമം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും സാധാരണ എല്ലാ കുടുംബങ്ങളിലും ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പതിവാണുള്ളത്. പക്ഷേ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പുതിയ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താനും പാട്ടുകൾ പാടാനും അങ്ങനെ കുടുംബം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവസരമാണ് കുടുംബ പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കുടുംബങ്ങൾ തകരുന്നു, അപ്പനും അമ്മയും കലഹിക്കുന്നു, മക്കൾ നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾ ഒത്തിരി വിഷമിക്കുന്നു. വൈകുന്നേരമാകുമ്പോൾ അപ്പൻ മദ്യപിച്ച് വീട്ടിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇങ്ങനെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് അവനെ മക്കൾ മനസ്സിലാക്കണം, കുടുംബ പ്രാർത്ഥന ഇല്ലാതെ ഒരു ദിവസം പോലും ഞങ്ങൾ ഉറങ്ങില്ല. അങ്കിൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്കിളുടെ വീട്ടിൽ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിരുന്നില്ല. അങ്കിളും അത് കണ്ടാണ് പഠിച്ചത്. അങ്കിളുടെ അപ്പനും അമ്മയും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്കിളുടെ ജീവിതത്തിലും ഇപ്പോഴും അങ്കിൾ ഒരു നിർബന്ധം വെച്ചിട്ടുണ്ട്, ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കില്ല. ചിലപ്പോൾ യാത്രയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ യാത്ര ചൊല്ലുമ്പോൾ രാത്രി സമയത്തിന് വീട്ടിലെത്താൻ സാധിക്കില്ല. അപ്പോൾ യാത്രയിൽ ഞങ്ങൾ ആ കുടുംബ പ്രാർത്ഥന ചെല്ലാറുണ്ട്. ചിലപ്പോഴൊക്കെ അങ്കിളുടെ മക്കളാണ് ഓർമ്മിപ്പിക്കുക, അപ്പോൾ ആ കുടുംബ പ്രാർത്ഥന ചെല്ലേണ്ട സമയമായി. അങ്ങനെ ദൈവത്തെ ഓർക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ നമ്മുടെ കുടുംബം ഒരിക്കലും തകർന്നു പോവില്ല. അങ്കിൾ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം, പ്രേയിങ് ടുഗദർ ആൻഡ് ഡൈനിങ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബം തകർന്നു പോവില്ല. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ തീരുമാനമെടുക്കാം, ഞങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടക്കം കൂടാതെ നടക്കാനായിട്ട് ഞങ്ങൾ ഉത്സാഹിക്കും കേട്ടോ. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും യാത്രയ്ക്ക് പോയാലും എത്ര ക്ഷീണമുണ്ടെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങുകയില്ലെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ കുടുംബ പ്രാർത്ഥന നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കണ്ട് നമ്മളെല്ലാ ദിവസവും അതിൽ പങ്കെടുക്കണം. ക്ലിയറായോ എല്ലാവർക്കും? ഇന്ന് അങ്കിളിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഇനി കുടുംബ പ്രാർത്ഥന മുടക്കില്ല എന്ന്. നിങ്ങൾ മുടക്കോ? ഇല്ല. അതിനോടൊപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് കുടുംബ പ്രാർത്ഥന ചെയ്തിരുന്നതെന്ന്. നമുക്കൊരു അമ്മാമ്മയുടെ അടുത്ത് പോയി അന്വേഷിച്ചാലോ അതിനെക്കുറിച്ച്? അപ്പം അതിനു മുമ്പ് വചനവും സുകൃതവും ഏറ്റു പറയാം. 2 സാമുവേൽ 7-ാം അധ്യായം 29-ാം വാക്യം. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. സുകൃത ജപം. ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വളരെ ചെറുപ്പത്തിലെ തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് പ്രാധാന്യം തോന്നിയിട്ടുണ്ട്. അതായത് അപ്പനും അമ്മയും എല്ലാ ദിവസവും 7 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് പ്രാർത്ഥന ചൊല്ലണമെന്നും
പ്രാർത്ഥനയ്ക്ക് എല്ലാവരും സജീവമായിരിക്കണമെന്നും അപ്പന് വളരെ നിർബന്ധമായിരുന്നു. പുറകിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും മുട്ടിൽ നിന്നുകൊണ്ട് കൈ കൂപ്പി നിന്നുകൊണ്ട് ഒക്കെ വേണം പ്രാർത്ഥന ചൊല്ലാൻ. അത് അപ്പൻ വളരെ ഉറക്കെയാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ചോദിച്ച്, ഇതെന്തിനാണ് ഇത്ര ഉറക്കെ ചൊല്ലണത്? നമ്മൾ 4-5 പേരല്ലേ ഇവിടെ ഉള്ളത്, പിന്നെ എന്തിനാണ് അപ്പം ഇത്രയും ഉറക്കെ ഇങ്ങനെ ചൊല്ലണത്? അപ്പോൾ അപ്പം പറയുമായിരുന്നു, ഇത് വചനമാണ്. ഈ വചനം ഇങ്ങനെ ഉറക്കെ കേൾക്കുമ്പോൾ 7 അയൽപ്പക്കത്ത് നിന്ന് പിശാച് ഓടി അകലാൻ വേണ്ടിയാണ് ഇത്ര ഉറക്കെ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുമ്പോൾ പിശാചുക്കളെല്ലാം ഓടി അകലും. ഈ ഒരു ബോധ്യത്തോടു കൂടിയാണ് പ്രാർത്ഥന. അതന്നെയുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ദൈവത്തോട് എന്തുമാത്രം ഭക്തിയും ആദരവും ഒക്കെ കാണിക്കേണ്ടതാണ്. അതിനാണ് നിങ്ങളോട് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്നും കൈ കൂപ്പി നിന്ന് പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പറയുന്നത്. ഞങ്ങളുടെ നാട് ഒരു ഗ്രാമമാണ്. അത് ഒരു 7 മണി 7:30 മണിയാകുമ്പോൾ എല്ലായിടത്തും എല്ലാ കുടുംബങ്ങളിലും തന്നെ പ്രാർത്ഥനയായിരിക്കും. 8 മണിയോടുകൂടി 8-8:30 ആകുമ്പോൾ എല്ലാവരും കിടന്നിരിക്കും. അത്രയും ലൈറ്റൊന്നുമില്ല, വളരെ സൈലൻ്റായിട്ട് നമുക്കപ്പോൾ തോന്നും. അതിനിടക്കാണ് ഇത്രയും ഉറക്കെ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അപ്പൻ അത് പ്രത്യേകിച്ച് എടുത്തു പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ പ്രാർത്ഥന കേൾക്കുമ്പോൾ പിശാചുക്കൾ 7 അയൽപ്പക്കത്ത് നിന്ന് ഓടി അകലുമെന്ന്. ഞാനിന്ന് പതിവ് തെറ്റിച്ചത് ശ്രദ്ധിച്ചോ? ആ ആക്ഷൻ സോങ് കണ്ടില്ലല്ലോ. ഒരു ഫിക്സ്ഡ് ഓർഡർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. ഇനി ആക്ഷൻ സോങ് തന്നെയാണ്. അപ്പം അതിന് മുമ്പ് വചനവും സുഖിച്ചപ്പോയിട്ട് പറയാം. 2 സാമുവൽ 7-ാം അധ്യായം 29-ാം വാക്യം. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഈ സുഹൃത ജപം. ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. Yeah.
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ മോനെ, നീ ഉറങ്ങല്ലേ? എന്താ ഇത്? ഇല്ലമ്മേ, ഞാൻ ഉറങ്ങിയില്ല, ഞാൻ പ്രാർത്ഥിക്കല്ലേ. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കണ്ടോ, നീ വീണ്ടും ഉറങ്ങി. മോനെ ഉറങ്ങല്ലേടാ. ഈ അമ്മ ദൈവമാണ് സത്യം, ഞാൻ ഉറങ്ങിയില്ല. മോനെ, അമ്മ ഒരു കാര്യം പറയാം. നീ ഇപ്പോൾ 2 തെറ്റുകളാണ് ചെയ്തത്. അത് രണ്ടും ഗുരുതരമായ തെറ്റുകൾ. ഒന്ന്, പ്രാർത്ഥനയുടെ സമയത്ത് നീ ഉറങ്ങി, ഞാൻ കണ്ടതാ അത്. പക്ഷേ നീ ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞു. മറ്റൊന്ന്, നീ ദൈവനാമത്തിൽ സത്യം ചെയ്തു. ഈശോയ്ക്ക് ഒത്തിരി സങ്കടം വന്നിട്ടുണ്ടാവും. സോറി അമ്മേ, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഇനി ഒരിക്കലും പ്രാർത്ഥനയുടെ സമയത്ത് ഉറങ്ങില്ല, സത്യവും ചെയ്യില്ല. ഇന്ന് വിഷ്വലിൽ കണ്ട സംഭവം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്ഥിരം കാണുന്ന ഒരു കാര്യമാണല്ലേ, പ്രാർത്ഥനയുടെ ഇടയിൽ ഉറങ്ങിപ്പോകുന്നത്. നമ്മളെപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നത്? നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴാണ്. പ്രാർത്ഥന അങ്ങനെ ഇരിക്കാനുള്ളൊരു സമയമാണോ? അല്ല, നമ്മൾ വളരെ അറ്റൻറ്റീവായിട്ട് മുട്ടിൽ നിന്നാൽ ഒരിക്കലും ഉറങ്ങിപ്പോവില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, പള്ളിയിലൊക്കെ അപ്പാപ്പന്മാർ മുട്ടൂത്തി നിൽക്കും. പിള്ളേരായിരിക്കും വേഗം ക്ഷീണം വന്നിരിക്കുന്നത്. അങ്ങനെ ക്ഷീണം വരാനുള്ള പ്രായമാണോ? ഇല്ല. അപ്പം നമ്മളിനി പ്രാർത്ഥനയുടെ ഇടയിൽ വളരെ അറ്റൻറ്റീവായിട്ട് മുട്ടിൽ നിന്ന് പ്രാർത്ഥന ചെയ്യും. അതൊരു വാക്കാണോ? അപ്പോൾ ഇന്നത്തെ വചനം പഠിച്ചോ? നമുക്കൊന്ന് ഏറ്റു പറയാം. 2 സാമുവൽ 7-ാം അധ്യായം 29-ാം വാക്യം. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ഇനി സുകൃത ജപം. ദൈവമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു തീരുമാനമെടുക്കണം. അതേപോലെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കണം. പിന്നെ നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.